പുട്ടുമേക്കറില്ലാണ്ട് നല്ല നാടൻ വാട്ടിച്ചുട്ട് പുട്ടുണ്ടാക്കിയെടുത്താലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഇതുപോലെ ചിരട്ടയിലൊക്കെ ഒന്ന് പുട്ടുണ്ടാക്കി നല്ല വാട്ടിച്ചുട്ട് പുട്ടുണ്ടാക്കി നോക്കിക്കേ, സൂപ്പർ രുചിയാണ്. നമ്മൾ പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുപോലുള്ള പുട്ടുകളൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കട്ടെ. പുട്ടുമേക്കറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല വെള്ളപ്പയർ കറിയാണ് കൂടെ നല്ല കോരി ഒഴിച്ച് കഴിക്കാൻ പറ്റും നല്ലൊരു വെള്ളപ്പയർ കറികൾ ഉണ്ടാക്കി കാണിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ ഒന്ന് കണ്ട് നോക്കേ. അപ്പോൾ അതിനായിട്ട് ഒട്ടും പുട്ടുണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും പുട്ട് ഉണ്ടാക്കണ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരട്ടെ. വാട്ടി ചുട്ടിയ പുട്ടിന് ഞാനിപ്പം ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് കൊടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ. 1.5 കപ്പ് വെള്ളത്തിന് നമുക്ക് അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തിനാണെന്നറിയാമോ, നമുക്ക് പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടും. ഇനിയിപ്പം ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം ഈ നമ്മുടെ പൊടിയുടെ അളവെന്ന് പറയുമ്പം 1.5 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിന് 2 കപ്പ്, അതേ കപ്പിൽ 2 കപ്പ് പൊടി കേട്ടോ. ഇനി നമ്മൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു തവിയുടെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കത് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കിള്ളി ഈ കൈ വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് ഉടത്തിട്ട് കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് ഉടത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ നമ്മൾ പുട്ടിൻ്റെ പൊടി വാങ്ങത്തില്ലേ, അതുപോലത്തെ നല്ലൊരു സോഫ്റ്റ് പുട്ടിൻ്റെ പൊടി നമുക്ക് കിട്ടും കേട്ടോ. നല്ല വാട്ടിയ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കത് ഇതുപോലെ ചിരട്ടെടുക്കാം. ചിരട്ടെടുത്തിട്ട് ഉള്ളിൽ വേണമെങ്കിൽ ഒരു ഇത്തിരി നുള്ള എണ്ണ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു നുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ വാട്ടി വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കോരിട്ട് കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഉടത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈ പൊള്ളത്തില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് വേണ്ട ഈ ഒരു പുട്ടായി കിട്ടണേന്. കാരണം നമുക്ക് കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുക്കർ ചൂടാക്കാനായിട്ടല്ല, നമുക്ക് കുക്കർ തിളപ്പിക്കാനായിട്ടൊന്ന് വയ്ക്കാം. വെള്ളത്തിൽ തിളച്ച് കഴിയുമ്പോൾ ആവി വരുമല്ലോ. അപ്പോൾ അങ്ങനെ തിളച്ച് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുക്കർക്ക് എല്ലാവരുടെ വീട്ടിലും ഇല്ലേ. തീ സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കത് ഇതുപോലെ ഒന്ന് ആ ഒരു ഇതിലൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഒന്ന് അപ്പം തന്നെ ആവി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കത് ഇതുപോലെ ആ ഒരു ചിരട്ടയുടെ തന്നെ ആ ഒരു മോൾ ഭാഗത്ത് നമുക്ക് ആ ഒരു തുളയുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓട്ടയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ആക്കി വെക്കാം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് ആവി വരാൻ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മളിത് വയ്ക്കുമ്പോൾ തന്നെ ആവി വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതും കൊണ്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഒട്ടും തന്നെ കൈ പൊള്ളത്തൊന്നുമില്ല. നിങ്ങൾ കൈ ഇങ്ങനെ ചിരട്ടയൊക്കെ കൈ കൊണ്ട് എടുക്കുമ്പോൾ കൈ പൊള്ളും എന്നുള്ള പേടിയൊന്നും വേണ്ട. കുട്ടികൾക്കാണെങ്കിൽ പോലും സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ. കണ്ടില്ലേ, ഒട്ടും തന്നെ കൈ പൊള്ളത്തിൽ ചൂടും ഇല്ല കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ഒരു 5-6 പുട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. നമുക്ക് ഒരു തേങ്ങയുടെ ഒക്കെ ആവി ഇങ്ങോട്ട് ആ ചിരട്ടയുടെ ഒക്കെ ആവി ഇങ്ങോട്ടായി കഴിഞ്ഞപ്പം പുട്ടിനൊരു അപാര രുചിയായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു പുട്ടിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് പയറ് കറി. അപ്പോൾ ഈ ഒരു പയറ് കറി കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അത് 5 മിനിറ്റ് തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ എടുത്ത് വെച്ചിട്ട് ഒരു കുറച്ച് കറിവേപ്പില എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എണ്ണയെ തന്നെ ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഗരം മസാലപ്പൊടി ഉണ്ട് ഇപ്പോൾ ഇട്ടത്, ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടി ഇട്ട് കൊടുക്കണേ. ചെറിയ രീതിയിലൊന്ന് വാട്ടി ഒന്ന് വറന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് സവാളയും വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 1.5 സവാള ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇത് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഹാഫ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ഹാഫ് തക്കാളി അരിഞ്ഞിട്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ രാവിലെ തന്നെ പുട്ടിനാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ ചോറിന് കൊടുത്തിടാനും നല്ലൊരു കറിയാണ് ഇത്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കണേ. ഒരു ചെറിയ രീതിയിലൊന്ന് വയന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ കുതിർത്തി എടുത്ത് വെച്ചേക്കുന്ന പയർ, നമ്മൾ തലേന്ന് കുതിർത്താനായിട്ട് വെച്ചിരുന്ന പയറായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ ഞാനിപ്പോൾ കുതിർത്തിയത് ഇതുപോലെ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ കടല കറിയും വയ്ക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് തേങ്ങയൊന്നും ഇല്ലാണ്ട് തന്നെ സൂപ്പറായിട്ട് നല്ലൊരു കറി, നല്ല ഗ്രേവി അല്ല, നല്ല രീതിയിൽ തന്നെ ഒരുപാട് ചാറിന് നല്ല തിക്കായിട്ടുള്ള ചാറായിട്ടുള്ളൊരു കറി കിട്ടും കേട്ടോ. ഇനിയിപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം പുട്ടിനായതുകൊണ്ട് നമുക്ക് നല്ല വെള്ളം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചാറ് കൂടുതൽ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 3 വിസിൽ ഞാൻ അടുപ്പിച്ചായിരുന്നു കേട്ടോ. എൻ്റെ കുക്കറിൽ 3 വിസിലടിക്കണം. ഞാനിപ്പോൾ ഏകദേശം 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് താളിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് ഒന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മളവിടെ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ആ പയറുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടാട്ടോ. ഇനി ഇതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു കുഞ്ഞ് തിള വന്നു കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിനകം മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട പൊടിച്ചത്, നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് തൂളിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ തൂളിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറിയാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടത്തിലാണെങ്കിലും അപ്പത്തിൻ്റെ കൂടത്തിലൊക്കെ ആണെങ്കിലും കോരി ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീണ്ടും കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോയപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മ എല്ലാവരിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. പിന്നെ നല്ലൊരു വീണ്ടും കാണാം. ബൈ.